Boche Gold and Diamonds. Buy now, pay later. സർക്കാരിന്റെ വികല നയങ്ങളിൽ കുടുങ്ങി ചെറുകിട റൈസ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലെന്ന് മില്ലുടമകൾ. റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജനുവരി 29 നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ വ്യവസായിക നയങ്ങൾ കാരണം ചെറുകിട റൈസ് ഫ്ലോർ മില്ലുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് തന്നെ ജോലിയില്ലാതിരിക്കുമ്പോൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസ് നൽകുന്നതായി ഭാരവാഹികൾ ആരോപിച്ചു. റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വന്നിരുന്ന പച്ചരി, ഗോതമ്പ് എന്നിവയുടെ അളവ് കുറച്ചതും പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായതായി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ജനുവരി 29 ജില്ലയിലെ മുഴുവൻ മില്ലുടമകളും പങ്കെടുപ്പിച്ച് നിയമസഭാ മാർച്ചും സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് N.K. ഹരീന്ദ്രനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നിയമസഭാ മാർച്ചിന്റെ ഭാഗമായി ജനുവരി 29 ജില്ലയിലെ മില്ലുടമകൾക്ക് അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റേഷൻ കടയിൽ കൂടെ നമുക്ക് ഞങ്ങളുടെ മില്ലുകളിൽ പ്രോസസ് ചെയ്യുന്ന പച്ചരി, ഗോതമ്പ്, അതേമാതിരി മാവേലിയിൽ കൂടെ വിതരണം ചെയ്യുന്ന മുളക്, മല്ലി, അങ്ങനത്തെ സാധനങ്ങൾ, മഞ്ഞൾ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പണി നിന്ന് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശക്തമായി പ്രതിഷേധിക്കാനും ഇത് പ്രതിരോധിക്കാനും വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു നിയമസഭാ മാർച്ച് ഈ ജനുവരി 29 തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ പ്രസിഡന്റ് P.K. ശ്രീനിവാസ്, സെക്രട്ടറി A.T. ഹംസ പാണ്ടിക്കാട്, ട്രഷറർ ഷെമീം മരക്കാർ, വർക്കിംഗ് സെക്രട്ടറിമാരായ B.P. ഇർഷാദ് റാഫി, P. സത്യരാജൻ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ K.T. മൂസക്കുട്ടി, ഭാവ നെടിയോടത്ത്, ഉബൈദ് താവന്നൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.